കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു പങ്കെടുക്കേണ്ടതില്ല എന്ന്. കാരണം തർക്കഭൂമി തകർത്ത് അവിടെ പണിത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. ഈ അയോധ്യ ക്ഷേത്രത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. പക്ഷേ രതീഷ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന്? ഈ ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ ക്ഷേത്രം പണിതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നല്ല കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞേക്കണത് കൃത്യമായിട്ടുള്ളത് ഇതൊരു RSS സംഘപരിവാർ പരിപാടിയാണ്. ആ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് വിചാരിക്കും. ഭൂപേഷ് ബാഗൽ പറഞ്ഞത് എനിക്കതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഈ നിലപാടെടുക്കുമ്പോഴും എൻ്റെ ചോദ്യം, ഇത് എവിടെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഇതിനോട് ബൈൻഡിങ് ആവുന്നു? അങ്ങനെ ബൈൻഡിങ് ആയിട്ടില്ല. ഇപ്പോൾ എടുത്തിട്ടുള്ള ശരിയായൊരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ അണികളെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയണം. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ഇതൊരു തെറ്റായ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ശരിയല്ലാത്ത കാര്യമായി ആര് ഇന്റർപ്രിറ്റ് ചെയ്യും, ആര് വ്യാഖ്യാനിക്കും, ആര് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നെഹ്റുവിന് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷെ നെഹ്റുവിയൻ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ യുഗത്തോടുകൂടി ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളാണ് തുടങ്ങുന്നത്. RSS അത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും 2 സീറ്റിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭ ശക്തിയായി BJPയെ മാറ്റിയെടുക്കാനും RSSന് കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസിന്റെ തീരുമാനമില്ലായ്മയും കോൺഗ്രസിന്റെ നയമില്ലായ്മയും കാരണമാണ് നമ്മൾ കാണേണ്ടത്. ഒരു മഹാഭൂരിപക്ഷത്തെ ചരിത്രത്തിൽ എപ്പോഴും എതിർത്ത് വന്ന ഒരു ന്യൂനപക്ഷമാണ് പിന്നീട് ഭൂരിപക്ഷമായി മാറിയത്. രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ അടി നടക്കുകയാണ്. അതായത് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തെ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചായിരുന്നു ഇതുവരെ കോൺഗ്രസിൻ്റെ ചർച്ച. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു പങ്കെടുക്കേണ്ടതില്ല എന്ന്. കാരണം തർക്കഭൂമി തകർത്ത് അവിടെ പണിത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാവും എന്ന വലിയ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ MP മാരുള്ള സ്ഥലമാണ് കേരളം. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP മാരുടെ എണ്ണം കുറയുമോ എന്ന ഭയത്തിലായിരിക്കാം അവർ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് നമുക്കറിയേണ്ടത്. കാരണം കമൽനാഥിനെ പോലെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ അയോധ്യ ക്ഷേത്രത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. പക്ഷേ രതീഷ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന്? രാജേഷ് പറഞ്ഞതിലൊരു ചെറിയ പെശകുണ്ടെന്നായിരിക്കണം. അത് ഈ ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ ക്ഷേത്രം പണിതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നല്ല കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞേക്കണത് കൃത്യമായിട്ടുള്ളത് ഇതൊരു RSS സംഘപരിവാർ പരിപാടിയാണ്. ആ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ അത് കോൺഗ്രസ് നിലപാട് പറയാൻ തന്നെ ഏതാണ്ട് ഒരുപാട് ദിവസം എടുത്തു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് CPM ഒക്കെ തൊട്ടടുത്ത ദിവസം ഒന്ന് നിലപാട് പറഞ്ഞു എന്നറിയാം. 3 പേരെയാണ് ക്ഷണിച്ചിരുന്നത്. ഒന്ന് സോണിയാഗാന്ധിനെയും അതുപോലെ അവരിൽ നിന്നുള്ള 3 പേർ, ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളെയും പിന്നെ ഖാർഗെയും അടക്കം 3 പേരാണ് ക്ഷണിച്ചിരുന്നത്. ഈ 3 പേരും ഒടുവിൽ പോകുന്നില്ല എന്ന് കഴിച്ചു. കോൺഗ്രസ് വലിയ സമ്മർദ്ദം അനുഭവിച്ചതിന് ശേഷമാണ് ആ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ ആർക്ക് തർക്കമുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്ന രാഷ്ട്രീയ തീരുമാനം കൊണ്ട് കോൺഗ്രസിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നാണ്. കാരണം കോൺഗ്രസിന്റെ തീരുമാനം ഒരു കാലത്തും പല സ്റ്റേറ്റുകളിലുള്ള നേതാക്കന്മാരൊന്നും സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ കമൽനാഥ് ഞങ്ങൾ അവിടേക്ക് വെള്ളി എഷ്ടിക കൊടുത്തു വിട്ടത് ഞങ്ങളാണ്, അവിടെ ഹനുമാൻ ചാലിസ നടത്തണം എന്ന് പറഞ്ഞു, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സമാജ്വാദി പാർട്ടി അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഭൂപേഷ് ബാഗൽ, കോൺഗ്രസിന്റെ തന്നെ ആളായിട്ടുള്ള ഭൂപേഷ് ബാഗൽ, സമാജ്വാദി പാർട്ടി പിന്നെ വേറൊരു പാർട്ടിയാണെന്ന് വിചാരിക്കും, ഭൂപേഷ് ബാഗൽ പറഞ്ഞത് എനിക്കതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കുകൾ കൊണ്ട് അതാത് വന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം കോൺഗ്രസ്സായി നിലനിൽക്കാൻ കഴിയില്ല. കോൺഗ്രസ് ശരിക്കും 1947-കളിൽ നെഹ്റുവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സഹിഷ്ണുതയുടെയും ഒരു മതേതരത്വത്തിന്റെയും ഒക്കെ കോൺഗ്രസിൽ നിന്ന് സത്യത്തിൽ അതുപോലും വിമർശനാത്മകമാണ്. ഇപ്പൊ ഗാന്ധിജി കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മതത്തെ ഉപയോഗിച്ചു എന്നതിന് വിമർശനമുണ്ട്. പക്ഷേ
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ വിമർശനം പോലും പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാളൊക്കെ ഒരുപാട് രാഷ്ട്രീയം പുറകോട്ട് പോകുന്നത് കൊണ്ടിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ പക്ഷം നെഹ്റുവിന്റെ കാലത്തുള്ള മതേതരത്വത്തിലേക്കെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയണം. കോൺഗ്രസ് ഇപ്പൊ ബാബറി മസ്ജിദ് പള്ളി എങ്ങനെയാണ് തുറന്നു കൊടുത്തത്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. രാജീവ് ഗാന്ധിയുടെ ഇടപെടലുണ്ട് തുറന്നു കൊടുക്കുന്നതിന് പിന്നിൽ, ആരാധിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു. അതിനുശേഷം പൊളിച്ചപ്പോ നരസിംഹറാവു ആണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് അതിന്റെ കയ്യിൽ നിന്ന് ഇപ്പുറത്തുള്ള രക്തം കഴുകിക്കളയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. പിന്നെ കോൺഗ്രസ് ഈ നിലപാടെടുക്കുമ്പോഴും എന്റെ ചോദ്യം, ഇത് എവിടെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഇതിനോട് ബൈൻഡിങ് ആവുന്നു? അങ്ങനെ ബൈൻഡിങ് ആയിട്ടില്ല. കാരണം അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റോ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനെതിരോ ഒരാളും പറയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിന് എത്തിക്കാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് മറ്റേ നമ്മുടെ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ലൂസായിരുന്നു, പലർക്കും പല അഭിപ്രായവും പറയാൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുന്നു, നെഹ്റു എന്ന് പറയുന്നു, അതാണ് കോൺഗ്രസിന്റെ അവസാന വാക്കെന്ന് വിശ്വസിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറയൂ? ഇവിടെ ഇപ്പോൾ പ്രശ്നം സിദ്ധരാമയ്യയും DK ശിവകുമാറും ഇത് പങ്കെടുക്കണം എന്ന് പറയുന്ന അഭിപ്രായക്കാരാണ്. അവിടെ ശരിക്കും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വാക്കല്ല അവിടെയുള്ള ആളുകൾ കണക്കൂട്ടുന്നത്. അവിടെ ലോക്കൽ നേതൃത്വത്തിന് ഒരുപാട് പ്രാധാന്യം വന്നിരിക്കുന്നു. ഇവിടെ കമൽനാഥിന്റെ പോകുമ്പോൾ കമൽനാഥ് അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് ഹിന്ദുത്വത്തിന്റെ അടവ് പറയുന്നു. ഭൂപേഷ് ബാഗൽ അത് പറ്റി പരാജയപ്പെടുന്നു, കമൽനാഥും പരാജയപ്പെടുന്നു. അപ്പൊ ഇത് പാർട്ടി സംഘടനയെ ഒന്നടക്കം ആദ്യം ബോധ്യപ്പെടുത്തുകയും ഇതല്ലാത്തൊരു നിലപാട് എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും ആ മതേതരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ശരിയായൊരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ അണികളെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയണം. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ഇതൊരു തെറ്റായ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ശരിയല്ലാത്ത കാര്യമായി ആര് ഇന്റർപ്രിറ്റ് ചെയ്യും, ആര് വ്യാഖ്യാനിക്കും, ആര് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ കർണാടകത്തിൽ അവരിത് ശരിയായ കാര്യമാണെന്നോ ഈ കാര്യം പറയാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. കമൽനാഥ് ഇത് ഇഷ്ടപ്പെടില്ല, ഭൂപേഷ് ബാഗൽ ഇത് ഇഷ്ടപ്പെടില്ല. അപ്പൊ രാജേഷ് പിന്നെ എവിടെയാണ് കോൺഗ്രസിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിൽ വന്നേക്കണ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ രാജേഷ്? കേരളത്തിൽ വന്നേക്കണ പ്രശ്നം, കേരളത്തിലാണെങ്കിലും ഈ പറയുന്ന മതപരമായ വിശ്വാസങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ ചുരുക്കുന്ന പരിപാടികൾക്ക് ആക്കം കൂടുകയാണ്. അത് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം ഇപ്പൊ രണ്ട് സംഘടനകൾ, ഒന്ന് NSSഉം രണ്ടാമത്തേത് SNDPയും ഇതിനോട് അനുകൂലമായി, അതായത് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്, പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ പോകേണ്ടതാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം, ഞാൻ പറഞ്ഞ മുസ്ലിം വോട്ട് ബാങ്ക് ചിലപ്പോൾ ഈ തീരുമാനത്തിൽ സന്തോഷിക്കുമായിരിക്കും, മുസ്ലിം ലീഗിന് വലിയ സന്തോഷമായിരിക്കും, കോൺഗ്രസിലെ ഈ മുസ്ലിം വോട്ടുകൾ കൊണ്ട് ജയിക്കുന്ന മണ്ഡലങ്ങളിലെ MPമാരും സന്തോഷിക്കുമായിരിക്കും. പക്ഷേ ഈ പറയുന്ന രണ്ട് സംഘടനകളും എതിർത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലൊരു കാര്യമേ ഉള്ളൂ. കോൺഗ്രസ് ഇതിൽ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, സ്ട്രോങ് ആയ വെള്ളം ചേർക്കാത്ത നിലപാടുകൾ എടുക്കുക. വെള്ളം ചേർക്കുന്ന നിലപാടെടുത്ത് ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് കൊണ്ടാണ് 1964 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ തന്നെ കോൺഗ്രസിൽ പതുക്കെ എന്ത് ചെയ്തു, ഒരു റോഷൻ സംഭവിച്ചിട്ടുണ്ട്. 4-3 ഭൂരിപക്ഷത്തിലേക്ക് പിന്നീട് ഒരിക്കൽ എത്തിയത് രാജീവ് ഗാന്ധി മാത്രമാണ്. ആ രാജീവ് ഗാന്ധി എത്താനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം, ഇന്ദിരാഗാന്ധി. അപ്പൊ അത്തരത്തിൽ സഹതാപ തരംഗമില്ലാതെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് ഒരു ഇറോഷൻ സംഭവിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം കോൺഗ്രസ് അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തുകയും അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു പഠിപ്പിക്കാനും തയ്യാറാകുന്നില്ല. ആ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത കുഴപ്പം ഇപ്പോഴും എടുക്കുക. അല്ലെ രതീഷ്, എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നെഹ്റു അധികാരത്തിൽ വരുന്ന സമയത്തുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് എല്ലാ കാലാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായിട്ടായിരുന്നു അന്ന് നെഹ്റു വന്നിരുന്നത്. അപ്പൊ നെഹ്റുവിന് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷെ നെഹ്റുവിയൻ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ യുഗത്തോടുകൂടി ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളാണ് തുടങ്ങുന്നത്. നെഹ്റു വരെയുള്ള കോൺഗ്രസ് വേറെയും നെഹ്റുവിന് ശേഷമുള്ള ഇന്ദിരാഗാന്ധി തൊട്ടുള്ള ഇങ്ങോട്ടുള്ള കോൺഗ്രസും രണ്ട് കോൺഗ്രസ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസിന് ആശയങ്ങളില്ല, ഓരോ സമയത്തും അവർക്ക് നിലപാടുകളില്ല, ഓരോ സമയത്തും ലാഭകരമായ എന്താണോ അതിന്റെ പേര്. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ്, ഞാൻ തർക്കഭൂമിന്റെ കാര്യം നേരത്തെ പറഞ്ഞത് മനഃപൂർവ്വമാണ്. അപ്പോൾ തർക്കഭൂമി എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ദീർഘകാലമായി നിൽക്കുന്ന തർക്കത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല.
ആ കാലത്ത് തുറന്നു കൊടുത്തു എന്ന് പറയുന്നത് ആ സമയത്തുള്ള ചില പ്രീണനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? നരസിംഹറാവുവിന്റെ കാലത്ത് ഒരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഈ തർക്കവും തകർക്കില്ല. യഥാർത്ഥത്തിൽ ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റി നിർത്തിക്കൊണ്ട് പള്ളിയും അമ്പലവും പണിയാനുള്ള ഒരു തീരുമാനമാണ് അന്ന് സർക്കാർ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ് ഇത്രയും പ്രതിസന്ധിയിലാവില്ല നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഈ തർക്കഭൂമിയുടെ വിഷയത്തിൽ യാതൊരു നിലപാട് കോൺഗ്രസ് ഇല്ലാതെ വരികയും RSS അത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും 2 സീറ്റിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭ ശക്തിയായി BJPയെ മാറ്റിയെടുക്കാനും RSSന് കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസിന്റെ തീരുമാനമില്ലായ്മയും കോൺഗ്രസിന്റെ നയമില്ലായ്മയും കാരണമാണ് നമ്മൾ കാണേണ്ടത്. 2 കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ പല രാഷ്ട്രീയ പാർട്ടികളെയും എടുത്തു നോക്കിയാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് സ്റ്റാലിൻ നിലനിന്നത്, എങ്ങനെയാണ് ഹിറ്റ്ലർ നിലനിന്നത് എന്നൊക്കെ ആലോചിച്ചാൽ ഇപ്പൊ ഹിറ്റ്ലറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാസി ഭരണകൂടം സ്ഥാപിക്കുക, ജൂതന്മാർ മോശക്കാരാണ്, അവർ രക്തം മോശമാണെന്നൊക്കെ പറയുന്ന തെറ്റായ ഐഡിയോളജി. ഈ തെറ്റായ ഐഡിയോളജിക്കും അധികകാലം നിലനിൽപ്പില്ല. ഒന്ന്. രണ്ടാമത്തെ രാജേഷെ, ഒരു ശരിയായ ഐഡിയോളജി ഉണ്ടാവുക, പക്ഷെ ഐഡിയോളജിയിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാലും അത് കാലക്രമേണ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നശിച്ചുകൊണ്ടിരിക്കും. നമ്മളിവിടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, CPM എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുറമേയുള്ള വൃക്ഷം മാത്രമാണ്. അതിന്റെ കാതൽ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ചെതലെടുത്ത്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. പക്ഷെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചാലും കുറച്ചു കാലം അത് നിൽക്കും. അപ്പൊ അങ്ങനെ കോൺഗ്രസ് ഞാൻ പറഞ്ഞ പോലെ 1960-കളിൽ അല്ലെങ്കിൽ അതിന്റെ മധ്യഭാഗം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള പല തീരുമാനങ്ങളും നമുക്കറിയാം. ഇപ്പൊ ഷാബാനു ബീഗം കേസിന് ശേഷം അവരെ പ്രീണിപ്പിക്കാൻ ഒരു നിലപാടെടുക്കുന്നു. ബാക്കിയുള്ള വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രം നോക്കി തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിക്ക് അധികകാലം നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പക്ഷേ വളരെ സ്ട്രോങ് ആയ, അതായത് 1800-കളുടെ ഒക്കെ തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയ ഒരു ബേസ് ഇപ്പോഴും കോൺഗ്രസിനുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഇറോഷൻ, അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്കിലെ മണ്ണൊലിപ്പ് എന്ത് ചെയ്യുന്നത് കുറഞ്ഞ് ഇപ്പോഴും 10 കോടി വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് നിലനിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും തുടരുന്ന നയം എന്ന് പറഞ്ഞാൽ കൃത്യമായ തീരുമാനം. ഇപ്പൊ എല്ലാവരും പറയുന്നു വളരെ കൃത്യമായ തീരുമാനമാണ്, ഗംഭീരമായ തീരുമാനമാണ്. രാജേഷ് ഒരു തീരുമാനം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന്, രാജേഷ് പ്രവൃത്തിയിലും കൂടി അത് കാണണം. രാജേഷിന്റെ ഈ തീരുമാനം രാജേഷ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, രാജേഷാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എങ്കിൽ ഇത് നേരത്തെ തന്നെ എന്ത് ചെയ്യണ്ടേ? മധ്യപ്രദേശിലെ കമൽനാഥിനോട് പറയാൻ കഴിയണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് രാജേഷ് കമൽനാഥും ഭൂപേഷ് ബാഗലും ഒക്കെ ജാതി സെൻസസ് എന്ന് പറയുന്ന വലിയൊരു ആയുധം, വജ്രായുധമോടെ ഉപയോഗിക്കാതെ പോയത്? കാരണം അവരുടെ ഉള്ളിൽ ജാതിയുണ്ട്. ഇപ്പൊ കമൽനാഥ് ബ്രാഹ്മണനാണ്, അതിന് പകരം ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് BJPയുടെ നേതാവായി ഉയർത്തി കാണിക്കുന്നത് OBC ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന ഞാൻ പറഞ്ഞ പ്രഖ്യാപനങ്ങളും നിലപാടുകളും മാത്രമല്ല, ആ നിലപാടുകളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള ഈ നിലപാടിൽ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഈ കോൺഗ്രസ് കാലത്ത് കോൺഗ്രസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? അവർ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. പല സ്ഥലങ്ങളിലും അവർ ഈ ഹിന്ദുയിസത്തെ കുറച്ചുകൂടി മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരുന്നു. അത് തകർക്കലായിരുന്നു ചിലപ്പോൾ ഈ വിഷയത്തോടു കൂടി ചിലപ്പോൾ ഇവർ രക്ഷയുണ്ടാവുക. പക്ഷേ ഇന്ത്യ ഹൃദയഭൂമിയിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചില അഭ്യാസങ്ങൾ, ഗിമ്മിക്കുകൾ കാണിക്കണം. ഇപ്പം നമുക്കറിയാം, ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ ദൈവങ്ങളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള നിലപാട് സ്വീകരിച്ചത് BJP വെട്ടിലാക്കാനായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചെന്തിനാണ്? ഇവർ പോവുകയാണെങ്കിൽ രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ അവർക്കെതിരെ ഇന്ത്യയിൽ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കോൺഗ്രസ് തിരിച്ചടിയാവും. പോയില്ലെങ്കിലോ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. കോൺഗ്രസ് വലിയ ധർമ്മസങ്കടത്തിലാണ് പെട്ടുപോയല്ല. ഇതിൽ ഈ നമ്മളൊരു ഹിസ്റ്ററി കൃത്യമായി പഠിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പൊ കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ബ്രിട്ടീഷ് ഭരണത്തിനടിയിൽ പേടിച്ച് കഴിയുന്ന സമയത്ത് ചില ആളുകൾ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായത്. കോൺഗ്രസ് ആദ്യം ഒരു മഹാത്മാഗാന്ധിയൊക്കെ സമരം നടത്തുമ്പോൾ ഒരു പ്രാർത്ഥനാ മുറിക്കുള്ളിൽ കൊള്ളാവുന്ന ആളുകൾ പിന്നീട് ഇന്ത്യ മുഴുവനായി വ്യാപിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഐഡിയോളജി അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ പതുക്കെ ആളുകൾ വരും. ഇപ്പൊ സതി നിർത്തലാക്കിയതടക്കം, ഉച്ചനീതിത്വങ്ങൾ ഇല്ലാതാക്കിയതടക്കം, നാരായണ ഗുരു ഇപ്പൊ ഏറ്റവും ആദ്യം ഇത് പറഞ്ഞപ്പോൾ ആളുകളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അത് ഗ്രാജ്വലി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. ഞാൻ ഒരു കാര്യം ചോദിച്ചു,
നിങ്ങൾ രാജേഷ് ഹിന്ദുത്വം പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ രാജേഷേക്കാൾ വലിയ ഹിന്ദുത്വം, അതായത് നോട്ടിലും കൂടി സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോ അടിക്കണം, ഇന്തോനേഷ്യയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഡയലോഗ് അടിക്കുക. ഞാൻ എന്ത് ചെയ്യുക, ഞാൻ തീർത്ഥാടനത്തിന് എല്ലാവരും ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുള്ള ഡയലോഗ് അടിക്കുക. അങ്ങനെ മാത്രമല്ലേ എനിക്കതിനെ മറികടക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന മതപരമായിട്ടുള്ള സോഫ്റ്റ് ഫീലിങ്ങുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലേറാനുള്ള പ്രശ്നമാണ്. ഇവിടെ കപ്പടയും റൊട്ടിയും മക്കാനും എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ഇവിടെ ഗ്യാസിന്റെ വില 1200 രൂപയാക്കിയിട്ട് സബ്സിഡി കൊടുക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ല എന്ന് പറയണം. അപ്പൊ അങ്ങനെ പറയാൻ കൃത്യമായി കഴിഞ്ഞാൽ ശരിയാണ്, ചിലപ്പോൾ തൊട്ടടുത്ത 2024 2026 തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഗുണം ഉണ്ടാവില്ല. പക്ഷേ അത് ലോങ് ടൈമിലേക്ക് ഗുണം ചെയ്യും. സത്യത്തിൽ ഒരു മഹാഭൂരിപക്ഷത്തെ ചരിത്രത്തിൽ എപ്പോഴും എതിർത്ത് വന്ന ഒരു ന്യൂനപക്ഷമാണ് പിന്നീട് ഭൂരിപക്ഷമായി മാറിയത്. യേശു എങ്ങനെയാണ് ഉണ്ടായത്, ക്രൈസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്, മുഹമ്മദ് നബി എങ്ങനെയാണ് ഉണ്ടായത്, ബുദ്ധൻ എങ്ങനെയാണ് ഉണ്ടായത് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങൾ പിന്നീട് ഭൂരിപക്ഷമാവും. എന്തുകൊണ്ട്? നമ്മൾ പറയുന്ന നിലപാട് ശരിയും പിന്നീട് ആ നിലപാടിനൊപ്പം എന്ത് ചെയ്യും. ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കോൺഗ്രസും മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു വികാരവും വേറൊരു കോൺഗ്രസുമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം 10-75 വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ കോൺഗ്രസ് അല്ലെങ്കിൽ ആ പാരമ്പര്യം ഈ കോൺഗ്രസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. അഴകുഴമ്പൻ നിലപാടുകൾ മാത്രമാണ് ഇന്ന് കോൺഗ്രസിന് നമ്മൾ 25 വർഷക്കാലമായിട്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ നോക്കൂ. എല്ലാ കാലത്തും മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകളല്ലേ കോൺഗ്രസ് എടുത്തില്ലേ? കൃത്യമായി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാകാത്ത ബോധം. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ, രാജേഷ് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കുള്ള ഒരു ഉത്തരം എന്താ അറിയോ, രാജേഷ് ഇത് ടെമ്പററി പൊളിറ്റിക്സിൽ ഒരു ഗെയിൻ ഉണ്ടാക്കി പ്രധാനമന്ത്രി ആകണം എന്ന് പറയുന്ന ആഗ്രഹം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വെച്ചത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഇപ്പൊ ഒരു പ്രധാനമന്ത്രി ആകണമെന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഭരണം ആരോ പുള്ളിയോട് നടക്കാൻ വേണ്ടി പറഞ്ഞു, അയാൾ ഭാരത് ജോഡോ നടത്തി, ഇപ്പൊ വീണ്ടും നടക്കുന്നു, വീണ്ടും മണിപ്പൂർ മുതൽ എന്ത് ചെയ്തു നടക്കുന്നു ബോംബെ വരെ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇല്ലാത്തൊരാൾ കോൺഗ്രസിന് എല്ലാ കാലത്തുള്ള പ്രശ്നം എന്താ, ഇപ്പൊ ഭരണം നോക്കിയിട്ട് മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കി തീരുമാനം എടുക്കാൻ പറ്റും. കാരണം ഒന്നുമില്ല, എല്ലാവർക്കും ഭരണത്തോട് ആക്രാന്തമുണ്ട്. അങ്ങനെ ആക്രാന്തം ഇല്ലാത്തൊരു രാഹുൽ ഗാന്ധി കൂടി തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി ആര് കോൺഗ്രസിൽ വന്ന് തീരുമാനം എടുക്കും? രതീഷ്, ഇതിന്റെ ഒരു കുഴപ്പം നമ്മളിപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത് മഹാത്മാഗാന്ധിന്റെ കോൺഗ്രസ് അല്ല, ആ ഗാന്ധിയും അല്ല ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിയും നിലപാടില്ലായ്മയും. പിന്നെ നെഹ്റു കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കയ്യിലെത്തുന്നതോടുകൂടി എന്താ ഇത് ഒരു കുടുംബ പാർട്ടിയായി മാറുകയാണ്. അത് അവിടെയാണ് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ അധപ്പതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതിന്റെ ബേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു കുടുംബാധിപത്യ പാർട്ടി ആയിരിക്കുന്നു. ഭരണത്തിൽ വരിക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമായി നീങ്ങിക്കൊണ്ടിരുന്ന അവർ പലപ്പോഴും പല അഴകുഴമ്പൻ ഇപ്പൊ നോക്കൂ, ഇപ്പൊ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. KC വേണുഗോപാലിന്റെ ഒക്കെ രാഷ്ട്രീയമായ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്നുള്ള കാര്യം കേരളത്തിൽ ആരോടും പറഞ്ഞു കൊടുക്കേണ്ടിയില്ല. അപ്പൊ അദ്ദേഹം പോലുള്ള ആളുകൾ വളരെ ചെറിയ മനസ്സും അല്ലെങ്കിൽ വളരെ ചെറിയ അജണ്ടകളുമായി നീങ്ങുന്ന ആളുകളാണ് ഇപ്പൊ കോൺഗ്രസ്. അതാണ് രാജേഷ് ഇപ്പം പറഞ്ഞാണ് ഇതിന്റെ ഫാക്ട്. അതായത് ഈ കേരളത്തിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കോൺഗ്രസ് പോലെ വിശാലമായൊരു പാർട്ടി, ഇപ്പൊ സുനിൽ കനകോലയെ പോലെ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിനെ പോലെ ആരോട് വേണമെങ്കിലും അഡ്വൈസ് മേടിക്കാവുന്ന ഒരു പാർട്ടി, ഇത്തരത്തിലുള്ള ഒരു പാർട്ടി ഇപ്പോഴും ഈ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ്, BJP നേരിടാൻ എന്ത് അജണ്ട വേണം എന്ന് കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് രാജേഷ് പറയുന്നത് കറക്റ്റാണ്. അതിന്റെ കുഴപ്പവും രാജേഷ് പറയുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഇപ്പൊ നമ്മൾ ശരിക്കും ഞാനിപ്പോ പേര് പറയുന്നില്ല എന്നുള്ളത് പലവട്ടം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ചില DCC പ്രസിഡന്റുമാരെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനുള്ള മണ്ഡലം പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുള്ളൂ. അപ്പൊ ഒരു പാർട്ടി ഇങ്ങനെ ഡിറ്ററേറ്റ് ചെയ്യുന്നതിന്റെ അധപ്പതിക്കുന്നതിന്റെ ലെവലാണ് ആ കാണുന്നത്. നമ്മളിപ്പോ ചില കമ്പനികളിൽ ചെന്നാൽ ബ്രാഞ്ച് മാനേജർ അത്രത്തോളം സൂപ്പർ ആണെങ്കിൽ നമുക്കറിയാം കേരള മാനേജർ എന്തായിരിക്കും, ഓൾ ഇന്ത്യ മാനേജർ. അപ്പൊ അതുപോലെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് രാജേഷ് പറഞ്ഞ കറക്റ്റാണ്. അവര് എടുക്കുന്ന തീരുമാനമായതുകൊണ്ടാണ് ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ ഇപ്പോൾ വരുന്നത്. ഇപ്പൊ ഇതുകൊണ്ട് ഈ തീരുമാനം എടുത്തുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് രാജേഷ് അറിയാമോ? ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് വെച്ചോണ്ടാവാനാണ് ഈ തീരുമാനം കൊണ്ട്? ഒരു വെച്ചോണ്ടാവില്ല. രണ്ടാമത്തെ എന്താണ്, കേരളത്തിൽ വെച്ചോണ്ടാവാന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പൊ തന്നെ NSS SNDP എന്ത് ചെയ്തു, ഇത് നിങ്ങൾ ചെയ്യണ മോശമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൂടി നില ഗുരുതരമായി. അതുകൊണ്ട് ഈ ഒന്നാമത്തെ SNDP എന്നൊക്കെ പറയാം. പിന്നെ ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ NSS സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞാൽ അധികം പേര് കേൾക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ എങ്കിലും
ഇവർ ഇതിനെല്ലാം കൂട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അത് കൂട്ടിപ്പിടിക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും പറയുന്നു, കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിക്കേണ്ടത് അവരുടെ സംഘടനയെ മെച്ചപ്പെടുത്താനാണ്. ആ സംഘടനയെ മെച്ചപ്പെടുത്തണമെങ്കിൽ അവർക്കൊരു നിലപാട് വേണം. ആ നിലപാട് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവരുടെ നേതാക്കന്മാർക്ക് അത് കൃത്യമായി പറയാൻ പറ്റണം. ആ പറയുന്ന നേതാക്കന്മാര് പാർട്ടിയോട് കൂറണ്ടാണോ? കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ സത്യത്തിൽ NSSനെതിരെ SNDPക്കെതിരെ ആര് ചാനൽ ചർച്ച വന്നിരുന്നു പറയും? രാഷ്ട്രീയ സ്ഥിതിയല്ല. ചാനൽ ചർച്ചയിൽ ഏത് കോൺഗ്രസ് നേതാവ് ഏതെങ്കിലും ഒരു MP വന്നിരുന്നത് ഇലക്ഷന് ആകെ ഇനി 2 മാസമേ ഉള്ളൂ. ഇലക്ഷൻ മിക്കവാറും ഏപ്രിലിൽ ഉണ്ടാവും എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ എന്ന് പറയാ ഇപ്പൊ എന്ത് പറഞ്ഞാൽ അപകടം എന്ന് അറിയുന്നുണ്ട്, ആരും മിണ്ടില്ല. മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരെല്ലാവർക്കും മൗനം ഭൂഷണമായിരിക്കും. ആരും വരില്ല എന്നുള്ള യാതൊരു സംശയത്തിനെതിരെയോ അല്ലെങ്കിൽ മറ്റാളുകൾക്കെതിരെയോ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടും പിണറായി വിജയൻ എങ്ങനെയാണ് ഈ ലെവലിൽ എത്തിയതെന്ന് വെച്ചാൽ അവരുടെ പാർട്ടി സുസജ്ജമാണ്. ആ പാർട്ടി സുസജ്ജമാണ് എന്ന് മാത്രമല്ല, അവർക്ക് ഏത് രീതിയിലുള്ള പ്രചരണം നടത്താനും ആളുകളെ എന്ത് ചെയ്യാനും മനസ്സിലാക്കാനുള്ള സ്വാധീനമുള്ള കഴിവുണ്ട്. അത് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി BJP കൊണ്ട്. അപ്പൊ ആ BJP, പിന്നെ കേരളത്തിൽ അങ്ങനെയുള്ള നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് BJP അധികം പേടിക്കണ്ട. പക്ഷെ അങ്ങനെ ഉള്ളത് കൊണ്ടിട്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ സംഘടനയെ ശക്തിപ്പെടുത്തുക അല്ലാതെ മറ്റേ രാവിലെ 25 പ്രസ്താവന അസുഖം കാരണമായിരിക്കാം മാറ്റി എടുക്കുന്ന സുധാകരനെയും, അല്ലെങ്കിൽ ഇതുപോലെ മറ്റേ നിലപാടെടുക്കാൻ വേണ്ടി 15 ദിവസം മൗനത്തിലാഴുന്ന ഒരു അഖിലേന്ത്യാ നേതൃത്വത്തെ നിന്ന് വെച്ചുകൊണ്ട് 24 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിടാൻ പറ്റില്ല. ആകെ ഇപ്പൊ രാജ്യത്തെത്തിക്കുന്ന ഈ 15 സീറ്റുകൾ കൂടി എന്ത് പ്രശ്നത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ.